ചെറിയ വണ്ടി മുതൽ വലിയ വണ്ടി വരെ എന്നുള്ള ആ ഒരു തോട്ട് അന്നേരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് പിന്നെ ഒന്നും തന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ട് ഇപ്പോഴും ഞങ്ങൾ ക്രൈസിസ് ഒക്കെ അനുഭവിക്കുന്നുണ്ട്. കേസ് ഫയൽ ചെയ്ത് അപ്പോൾ എൻ്റെ പേരിലാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്. ഹായ് എവരിവൺ, വെൽക്കം ടു ബോഹോ മീഡിയ. ഇന്ത്യയിലെ തന്നെ എല്ലാ അവൈലബിളും, അതായത് ഹെവി എക്യുപ്മെൻറ്റ്സ് ആയിട്ടുള്ള എല്ലാ ഡ്രൈവിങ്ങിന് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സും അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു സ്ഥാപനമാണ് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള A to Z. അതിൻ്റെ ഉടമയായ രാധാമണി അമ്മ, എല്ലാവരുടെയും മണിയമ്മയാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. വെൽക്കം ടു ബോഹോ മീഡിയ അമ്മ. താങ്ക് യു. ലൈസൻസും കാര്യങ്ങളും ഡ്രൈവിംഗ് സ്കൂളും ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ എങ്ങനെ പോകുന്നു? എല്ലാം നന്നായിട്ട് പോകുന്നു. അപ്പോൾ അത് ഞാൻ മാത്രമല്ല, അതിൻ്റെ പുറകിൽ കുറേ അധികം ആൾക്കാരുണ്ട്. മക്കളും കൊച്ചുമക്കളും സ്റ്റാഫും ഒരു 30-35 വർഷമായിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ട്. ഈ എല്ലാ എക്യുപ്മെന്റ്സും അവൈലബിൾ ആയതുകൊണ്ടാണോ A to Z എന്ന് പറയുന്ന പേര്? അത് ഹസ്ബൻഡ് ഇട്ട ഒരു പേരാണ് A to Z. ആദ്യം പ്രദീപ് എന്നുള്ളൊരു പേരുണ്ടായിരുന്നു. അത് ഒരു വേണ്ട, ചെറിയ വണ്ടി മുതൽ വലിയ വണ്ടി വരെ എന്നുള്ള ആ ഒരു തോട്ട് അന്നേരം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് A to Z ആയത്. ഹസ്ബൻഡാണ് ഇതിൻ്റെ തുടക്കക്കാരൻ. അമ്മ തുടക്കത്തിൽ, അതായത് ഇതിന്റെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നപ്പം തൊട്ടേ അമ്മ ഡ്രൈവ് ചെയ്യുമായിരുന്നു? ഡ്രൈവ് ചെയ്യൂല. എനിക്ക് അന്നേരം 4-വീലർ ലൈസൻസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും ഡ്രൈവിങ്ങിലോട്ടൊന്നും അങ്ങനെ എത്തിയിട്ടില്ല. മക്കളൊക്കെ ഉണ്ടല്ലോ, കൊച്ചുങ്ങൾ സ്കൂളിൽ പഠിക്കണത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. എന്നാലും അതിൻ്റെ പാർട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ സജീവമായിരുന്നു. വണ്ടി കഴുകൽ മുതലേ കാലത്ത് വണ്ടി പോകണം, അപ്പോൾ പഠിക്കാനുള്ള ആൾ വരില്ല, അവരെ അഡ്മിഷൻ എടുക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഈവൻ കമ്പ്യൂട്ടർ വരെ ഞാനിപ്പോൾ ചെയ്യും. അത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യും. എല്ലാം അറിയാം ഇപ്പൊ, അതടക്കം അറിയാം. അതടക്കം അറിയാം. ഇപ്പം അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു സ്ഥാപനത്തിലായിരുന്നോ നിങ്ങളുടെ ഉപജീവന മാർഗം സ്റ്റാർട്ട് ചെയ്തത്? തീർച്ചയായിട്ടും. ഈ ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് പിന്നെ ഒന്നും തന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതിനു മുമ്പ് ധാരാളം ബിസിനസ്. ഇതിനു മുന്നേ ഇപ്പം ഈ സ്ഥാപനത്തിന്റെ പേര് എങ്ങനെയായിരുന്നു? അങ്ങനെ പ്രദീപ്, ഒരു അനിയൻ മരിച്ചിട്ട് ആ കുട്ടിയുടെ പേരുണ്ടായിരുന്നു. പിന്നെ അതും എല്ലാവർക്കും അതൊരു ഇതായി, അങ്ങനെ അത് വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ A to Z. ഓക്കെ. ഈ ഒരു സ്ഥാപനം ഇപ്പൊ തുടങ്ങുന്നത്, അതായത് A to Z ഒരു ജീവിതത്തിന്റെ ഒരു വരുമാന മാർഗം സ്റ്റാർട്ട് ചെയ്തത്? വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെയൊക്കെ പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ അത്ര അധികം കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ബിസിനസ് ചെയ്ത് തന്നെ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഓക്കെ. പക്ഷെ ഇതിലോട്ട് കയറിയിട്ട് പിന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഓക്കെ. പലതും ചെയ്തതിനകത്ത് പലതും ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ആ ഫ്ലോപ്പ് ആയിട്ട് ഉണ്ടായെന്നു പറഞ്ഞല്ലോ, ആ സമയത്തൊക്കെ ഒരു വല്ലാത്ത മാനസികാവസ്ഥ ആയിരിക്കുമല്ലോ. അങ്ങനെ ആയിരുന്നു? അങ്ങനത്തെ വലിയ അവസ്ഥയൊന്നും ഇല്ല. ഇതല്ലെങ്കിൽ വേറെ അത്രേ ഉള്ളൂ. അല്ലാതെ ആ ആറ്റിറ്റ്യൂഡാണ്. അല്ലാതെ അത് വിചാരിച്ചിട്ട് നമ്മള് ഡെസ്പായിട്ടൊന്നും ഇരുന്നിട്ടൊന്നുമില്ല. എന്തിലാണെങ്കിലും ആള് കയറി പിടിക്കും. അങ്ങനെ ഒന്നിനും ധൈര്യക്കുറവില്ലാത്ത ഒരു കൂട്ടത്തിലായിരുന്നു. അല്ല, ഈ ഒരു പോയിന്റ് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പലരും എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് തകർച്ചയിലേക്ക് പോയി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആളങ്ങ് ഉൾവലിഞ്ഞ് ഡെസ്പായി മാറുകയാണ് സാധാരണ ആൾക്കാരിൽ കാണുന്നത്. എല്ലാവരും അങ്ങനെയല്ലല്ലോ, അതല്ലാത്തവരും ഉണ്ടെന്നുള്ളതിനുള്ള ഒരു തെളിവാണല്ലോ A to Z അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോഴും ഞങ്ങൾ ക്രൈസിസ് ഒക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു ബിസിനസ് ആകുമ്പോൾ അതിൻ്റെതായ വീഴ്ചകളും ഒക്കെ ഉണ്ടാവും, പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനൊക്കെ ഫേസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അമ്മ, ഇതിപ്പം ഈ ഒരു A to Z സ്റ്റാർട്ട് ചെയ്തത് മുതലാണോ ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നത്? ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട്. ഹസ്ബൻഡിന് അന്നേ തോന്നിയിട്ടുണ്ടാവണം എനിക്കും കൂടി ഇത് വേണ്ടി വരുമെന്ന്. അന്ന് നമുക്ക് ടൂറിസ്റ്റ് കാറൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു 4-വീലർ ലൈസൻസ് ആദ്യമായിട്ട് 81-ൽ 4-വീലർ ലൈസൻസാണ് എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങണമെന്ന് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അന്നൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഈ മംഗലാപുരത്ത് പോയിട്ട് വേണം ലൈസൻസ് എടുക്കാൻ. അപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ ലൈസൻസ് ഇല്ല.
കേരളത്തിൽ ആ സമയത്ത് ഹെവി ലൈസൻസ് ഇല്ല. ഇല്ല. അങ്ങനെ അത് നമ്മുടെ RTO മുതൽ ഇങ്ങനെ മിനിസ്റ്റർ ലെവൽ വരെ പോയിട്ടൊന്നും അത് കിട്ടാൻ സാധ്യതയില്ലാതെ വന്ന് കേസ് ഫയൽ ചെയ്ത്. അപ്പൊ എൻ്റെ പേരിലാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തോട്ട് എത്തിപ്പെട്ടത്. അപ്പോഴേ പുള്ളിക്ക് ഈ എൻ്റെ പേരിലാണ് കൊടുക്കണേന്നും അതിപ്പോ എൻ്റെ ലൈസൻസ് ആവശ്യം ഉണ്ടായി വരുമെന്നും ഒക്കെ പുള്ളിക്ക് കണക്കൂട്ടലുണ്ടായി. എന്താ പറയാ, മുൻകൂർ ഇങ്ങനെ ചിന്തിച്ചു വെച്ചിരുന്നു. അത്രയും പ്ലാൻഡ് ആണ്. അങ്ങനെയാണ് ഞാൻ പിന്നെ എൻ്റെ പേരിൽ ഈ ഡ്രൈവിംഗ് സ്കൂള്, കേരളത്തിലെ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂള് എൻ്റെ പേരിലാണ് കിട്ടിയത്. അമ്മയുടെ പേരിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ. ആ ഒരു ഇതിൽ തന്നെയാണ് ഇങ്ങനെ ഓരോ ലൈസൻസും ഒക്കെ എടുത്ത് വന്ന്. പിന്നെ തിരക്കുകൾ കൂടിക്കൂടി വന്നപ്പോൾ വീട്ടുകാര്യങ്ങൾക്ക്, പിള്ളേരുടെ കാര്യങ്ങൾക്കൊന്നും ഹസ്ബൻഡിനൊന്നും വരാനും പോകാനും ഒക്കെ ഉള്ള സമയക്കുറവ് കൊണ്ട് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. വീട്ടിലെ കാര്യങ്ങളും ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് ഓഫീസിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരുടെ കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്ക് സമയം തികയാതെ വന്നപ്പോൾ ഞാൻ 2 വീലർ, എന്നെ കൊണ്ട് 2 വീലർ നിർബന്ധമായിട്ട് പഠിപ്പിച്ച് ലൈസൻസ് എടുത്ത്. അത് ഏത് പ്രായത്തിലാ? അത് ഒരു 91, അതായത് എനിക്കൊരു 43 വയസ്സുള്ളപ്പോൾ 2 വീലറും 3 വീലറും എടുത്തത്. അതായാലും എടുക്കണല്ലേ, രണ്ടും കൂടി അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് എന്താണ് എല്ലായിടത്തും പോകണ്ടേ, കടയിൽ പോകണം, സമയം തികയണമെങ്കിൽ ഇത് നമ്മുടെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ 2 വീലർ കൂടിയേ കഴിയൂ. അങ്ങനെ പിന്നെ 2 വീലറിലായി നടത്തവും കാര്യങ്ങളൊക്കെ. അങ്ങനെ പോയി 2004 ആയപ്പോൾ ഈ സ്നോമോ ഞങ്ങൾ രണ്ടുപേരും നടക്കാൻ പോയതാ. പുള്ളി ഫാസ്റ്റാണ്, ഒരു ജിംനാസ്റ്റിക് ബോഡി, മിസ്റ്റർ എറണാകുളം ഒക്കെ ആയിരുന്ന ആള് ആണല്ലേ. അതപ്പോ നല്ല സ്പീഡിൽ നടക്കും. അച്ഛന്റെ പേരെങ്ങനെയാ? ലാലൻ. അപ്പൊ ഇങ്ങനെ കുറെ നടന്നിട്ട് തിരിച്ചു വരും എൻ്റെ ഒപ്പം. എന്നിട്ട് പിന്നെയും നടക്കും. വെളുപ്പിനെയാണ് നടക്കുന്നത്. അങ്ങനെ ഒന്ന് നടന്നു പോയി ഒരു പുറകെ വന്നൊരു ഓട്ടോറിക്ഷ ഇടിച്ച് ആള് തെറിച്ച് തകർത്ത് വീണു. അങ്ങനെയാണ് സംഭവം ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ തന്നെ അവിടുന്ന് ആസ്പത്രി കൊണ്ടുപോയി. ആൾക്കാർ സഹായത്തിന് വിളിച്ചിട്ടൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എന്നാലും ആ ഓട്ടോറിക്ഷക്കാരനും വേറെ ആൾക്കാരും കൂടി താങ്ങി ഓട്ടോറിക്ഷയിൽ വെച്ച് ഞാൻ തന്നെ പോണ വഴിക്ക് ഞാൻ എൻ്റെ റിലേഷനിലെ പറ്റവരെ കണ്ടവരോട് പറഞ്ഞ് ഒന്ന് വീട്ടിൽ അറിയിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ആസ്പത്രിയിലേക്ക് എത്തി. പക്ഷെ അവിടെ നിന്നും പിന്നെ എറണാകുളത്തോട്ട് കൊണ്ടുപോയി. പക്ഷെ ഒരു 10:30 ആയപ്പോൾ, 6 മണിക്ക് സംഭവിച്ച് 10:30 ആയപ്പോൾ കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഇരുന്ന് പിന്നെ മെൻ്റലി ഇച്ചിരി ബുദ്ധിമുട്ടാകുമല്ലോ. അപ്പം പിന്നെ എല്ലാവരും ഇതിലോട്ട് ഇറങ്ങി, അവർക്ക് അതിൻ്റെതായ സഹായങ്ങൾ വേണം, ഇല്ലെങ്കിൽ ഈ ബിസിനസ്സൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഇതിലോട്ട് ആക്കിയതാണ്. അതിന് പിന്നെ അങ്ങോട്ട് തുടർച്ചയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അമ്മ ആദ്യമായിട്ട് ഈ ലൈസൻസ് എടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ആദ്യമായി നിരത്തിലേക്ക് ഒരു വാഹനം ഓടിച്ചിറങ്ങിയപ്പം എന്തായിരുന്നു മനസ്സിൽ? പേടിയായിരുന്നു, സന്തോഷമായിരുന്നു? 2 വീലർ ധാരാളം ഓടിച്ചോണ്ടിരിക്കണല്ലേ. കാറെന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് മാത്രമേ ഉള്ളൂ. നമ്മൾ കാറിൽ പോകണമെന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് പോകുമ്പോഴാണ് കാറിൽ പോകുക. അപ്പം അവരൊന്നും നമ്മളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കൂല. എന്നുവെച്ചാൽ ഒരിക്കലും ഒരാളും പറയണ സമയത്ത് ഇറങ്ങൂല വീട്ടിൽ നിന്ന്. പിന്നെ ഈ ഓട്ടത്തിലാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് പോലെ. അപ്പൊ നമ്മളെ പിന്നെ എൻ്റെ മൂത്ത മകൻ എനിക്ക് ഓടിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോ അങ്ങനെ വണ്ടി തരും. പിന്നെ ബസ്സൊക്കെ ലൈസൻസ് എടുക്കാൻ ചേർത്തലവരെയൊക്കെ ഓടിച്ചോണ്ട് പോയിട്ട് തന്നെയാണ് ലൈസൻസ് ഒക്കെ എടുത്തത്. പിന്നെ അവരിയ്ക്കുമ്പോ ഞാൻ കംഫർട്ടാണ്. നമുക്ക് പേടിയെന്ന് പറയണതില്ല. എന്ന് വെച്ചാൽ ഇവരൊക്കെ അഗ്രഗണ്യന്മാരാണ് വണ്ടിയുടെ ഓടിപ്പിക്കലിൻ്റെ കാര്യത്തില്. അതുകൊണ്ട് അവരുടെ കൂടെ വരുന്ന വണ്ടി ഓടിക്കാൻ നമുക്കൊരു പേടിയുമില്ല. സാധാരണ ഈ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, അതായത് പെണ്ണുങ്ങൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാല് ബ്ലോക്ക് ഉണ്ടാവും. അതെന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ഇത്തിരി പേടി കൂടുതലാണ്. നമ്മൾ ഇച്ചിരി ഒന്ന് സ്ലോയിൽ പോകും. പക്ഷെ എല്ലാവർക്കും സ്ലോയിൽ പോണത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പല ന്യായീകരണങ്ങളുണ്ട്. ഒന്നത് പേടി, പിന്നെ പറയും പെണ്ണുങ്ങൾ ഓടിച്ചിട്ട് ഏതെങ്കിലും വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ട്, വളരെ ചുരുക്കല്ലേ ആയിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഞാനതാണ് കെയർ ചെയ്ത് ഓടിക്കുന്നത് പെണ്ണുങ്ങളായിരിക്കും. ആണല്ലേ? വേണ്ട,
പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്തിട്ട് അല്ല പക്ഷെ ഇതാണ് അവരുടെ പോളിസി എന്ന് വെച്ചാൽ വഴിയിൽ ഇതിന് സമയം വേസ്റ്റ് ചെയ്യാൻ അവർക്കില്ല. ഓടിച്ച് എത്ര ഫാസ്റ്റായിട്ട് ഓടിച്ചാലും മതിയാകാത്താണ് ആൺകുട്ടികളും. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ നല്ല ഫാസ്റ്റായിട്ടൊക്കെ ഓടിക്കും. അതെ അതെ, ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് ഓടിക്കും. അത് മാത്രമല്ല, ഈ സ്ഥിരം കാണുന്ന ഒരു പതിവുണ്ട്, എന്നെ വണ്ടി അങ്ങോട്ടൊരു ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇല്ല കുട്ടികളുടെ വീല് ഇങ്ങനെ, അല്ലെങ്കിൽ പ്ലെയിനിന്റെ വീൽ ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന കണക്കായിരിക്കും പെണ്ണുങ്ങള് കാല് വെക്കുന്നത്. അതിനൊരു കളിയാക്കലൊക്കെ ഒരുപാട് സഹിക്കുന്നതാ. ഗണേഷ് സാർ തന്നെ കളിയാക്കിയിട്ടുണ്ട്, ആൾക്കാർ കാലുകൊണ്ട് കുത്തി നിരങ്ങിയാണ് ഓണം. അത് പക്ഷെ നമ്മളിപ്പോഴും അറിയാതെ ചെയ്തു പോകും. മന്ത്രി ഗണേഷ് കുമാറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം. ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് സ്ഥാനമേറ്റ് കഴിഞ്ഞപ്പറ്റേ കുറേ നിയമങ്ങൾ മാറ്റിമറിച്ചു. ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് തന്നെ ഒരുപാട് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. അതിനെക്കുറിച്ച് അമ്മയ്ക്ക് പറയാൻ എന്താ ഉള്ളത്? മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യമാണ്. ഇപ്പം പണ്ട് ഓരോരുത്തരും ചെയ്തിരുന്ന 79 തൊട്ട് ഇങ്ങനെ മാറ്റങ്ങളുടെ ഒരു സമയമാണ്. ഓരോ പക്ഷെ മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യമാണ്. നമ്മുടെ റോഡും നമ്മുടെ സ്ഥലങ്ങളും ഒക്കെ അനുസരിച്ച് അത് മാറ്റങ്ങൾ അനിവാര്യമാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഇപ്പോൾ പക്ഷേ ഈ ലൈസൻസ് ഒക്കെ കിട്ടാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും നന്നായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. പിന്നെ റോഡ് കാര്യങ്ങൾ അതൊക്കെ അതും കൂടിയൊക്കെ അതെ, അതും ഒരു പോയിന്റ് ആണ്. ലൈസൻസ് പ്രോപ്പർലി എടുത്തിട്ടും കാര്യമില്ല, റോഡും കൂടി നന്നാവണം. നന്നായിട്ട് വണ്ടി ഓടിക്കണവർ തന്നെയാണ് ഈ ആക്സിഡന്റ് ഉണ്ടാക്കുന്നത്. കൂടുതലും നന്നായിട്ട് വണ്ടി ഓടിക്കണവരാണ്. അല്ല, വലിയ വലിയ ഡ്രൈവർമാർ എത്രയോ കാലമായിട്ട് വണ്ടി ഓടിക്കുന്നവരാണ് ഈ ഓരോ ഉറങ്ങിക്കിടക്കുന്നവരുടെ ദേഹത്തോട്ട് വണ്ടി ഓടിച്ച്. അതുപോലെ ഇപ്പൊ മെഡിക്കൽ സ്റ്റുഡൻസ് അവരൊക്കെ കണ്ട അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വണ്ടി ഓടിക്കാഞ്ഞിട്ടൊന്നും അല്ല, അവരുടെ ആ ഒരു സമയത്തിന്റെ. ഈ A2Z എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഇപ്പം എത്ര ബ്രാഞ്ചസ് ഉണ്ട്? ഒരു 25 മേലെയുള്ള കൊച്ചിയിലുണ്ട്, കളമശ്ശേരി ഉണ്ട്. കൊച്ചി എന്ന് പറഞ്ഞാൽ കളമശ്ശേരിയായി. പിന്നെ ആലപ്പുഴ ഉണ്ട്. ആലപ്പുഴയിൽ തന്നെ 2-3 സ്ഥലത്ത്, എരമല്ലൂര്, അരൂര്, അങ്ങനെയാണ്. കോട്ടയം മോള് കോട്ടയം വൈക്കമാണ്. മോൾ അവിടെയാണ്. അപ്പൊ അവളും അവിടെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുക. അവളെ കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഡിപ്ലോമ പാസ്സായ പെൺകുട്ടിയാണ് മകള്. ഫുള്ള് റെക്കോർഡ് കുടുംബത്തിലേക്ക് പോരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ എല്ലാ ലൈസൻസും ഉള്ള ആളാണ് പേരക്കുട്ടി. ഇനി എന്തെങ്കിലും മരുമക്കള് എല്ലാവർക്കും ഇത്ര ലൈസൻസ് തന്നെ ഉണ്ട്. ഞാൻ പിന്നെ ഇത്ര പ്രായം കൂടി ആളെന്നുള്ള അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ഹീറോയിനായിട്ട് നിൽക്കുന്നു. അത്രേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അല്ലമ്മ, ഈ ഒരു അമ്മയ്ക്ക് ഇപ്പൊ 74 വയസ്സ്. അടുത്ത മെയിൽ 75 കിടക്കും ആണല്ലേ. അന്നേരം 74 വയസ്സ്. ഈ 74 വയസ്സായിട്ട് ഒരുപാട് അമ്മമാര് ഒക്കെ ഇരിപ്പുണ്ട് വീട്ടില്. അപ്പം അവർക്കൊക്കെ അങ്ങനെ വയസ്സായില്ലേ, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റും, വയസ്സായി, 74 വയസ്സായി, മണിയമ്മ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ, എല്ലാവർക്കും ചെയ്യാനും പറ്റും. എനിക്ക് ഒട്ടും തന്നെ മടി പിടിച്ചിരിക്കുന്ന ഒരു സ്വഭാവം ഇല്ല. എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക, സന്തോഷമായിട്ട് ജോലി ചെയ്യുക. അതിലാണ് കൂടുതലും. നമ്മൾ എന്ത് ചെയ്താലും ഇപ്പൊ ഒരു ചോറ് കറി ഉണ്ടാക്കണമെങ്കിലും അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യണം. അതൊരു കഷ്ടപ്പാടായിട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതേസമയം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ആൾക്ക് ഇത്തിരി ചോറ് വെച്ച് അല്ലെങ്കിൽ കൊടുക്കണം, അതൊക്കെ നമുക്കൊരു മനസ്സിന് സന്തോഷം തന്നെയാണെങ്കിൽ അത് ചെയ്യണത് നമ്മൾ അറിയില്ല. അപ്പൊ എന്ത് ജോലി ചെയ്യണമെങ്കിലും, ഇപ്പൊ ഡ്രൈവിംഗ് ആണെങ്കിലും എന്താണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മളുടെ മനസ്സിന് സന്തോഷിക്കാൻ പറ്റിയ വിധത്തിൽ ചെയ്യുക. അതെ, അതിലൊരു സമാധാനവും ഉണ്ടാവും. അല്ല കഷ്ടപ്പെട്ട് ചെയ്യരുത്. അതാണ് ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാം. കഷ്ടപ്പെട്ട് ജോലി ചെയ്യരുത്. ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാം. എനിക്കിത്ര പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇതൊക്കെ എന്നെ ഓട്ടോമാറ്റിക്കലി എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതായിട്ടാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത്. എനിക്കൊരിക്കലും ഞാനിങ്ങനെ ഒരു ഇത്ര വലിയതായെന്നല്ല, എന്നാലും ഇത്ര എല്ലാവരും എന്നെ അത്യാവശ്യം വലുത് തന്നെ, അവാർഡൊക്കെ ഒരുപാട് വാങ്ങിക്കിട്ടി. അപ്പൊ അത്യാവശ്യം വലിയൊരാള് തന്നെ. അത്ര വലുതാകാൻ എനിക്ക് എന്തോ ഒരു ക്വാളിറ്റി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ക്വാളിറ്റി എന്താന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇത്രത്തോളം ഈ പ്രായത്തിൽ ഇത്രത്തോളം ലൈസൻസുകൾ കരസ്ഥമാക്കി
എന്തോ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന, അതായത് പുതിയ തലമുറ വരെ ആഗ്രഹിക്കുന്ന വണ്ടികൾ ഓടിക്കുന്നു. അതൊക്കെ അതൊക്കെ തന്നെയല്ലേ. എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷം. അത് നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നടത്തുന്നത് കൊണ്ടാണ്. നമുക്ക് കൺസ്ട്രക്ഷൻ ഉണ്ട്, ഒരു മോൻ കൺസ്ട്രക്ഷനാണ് ചെയ്യണത്. അപ്പൊ അതിനും വലിയ വലിയ എക്യുപ്മെന്റ്സ് ഒക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ആയി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അത് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് അത് ചെയ്യാനുള്ള ഒരു മനസ്സിനും. അമ്മയുടെ ഒരു റീല് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്, ഓഫ് റോഡ് പോകുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഈ എന്താ പറയാ, ഈ ചെറുപ്പക്കാർക്കൊക്കെ ഭയങ്കര ഹരമുള്ള ഒരു കാര്യമാണ് ഈ ഓഫ് റോഡ് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് അമ്മ ഈ ഒരു പ്രായത്തിലൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ചില്ലേ? അത് ഞാൻ ഓഫ് റോഡ് പോകാൻ വേണ്ടി പോയതല്ല, അവിടെ അവർക്ക് പ്രസന്റേഷൻ കൊടുക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അവിടെ എല്ലാവരും കൂടി എന്നെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്തപ്പോ ഞാൻ ഓട്ടോമാറ്റിക്കലി കയറിപ്പോയി. പിന്നെ ഈ ഓഫ് റോഡ് എന്ന് പറയുമ്പോ വേറെ ആരും നടുക്കൊന്നും വരൂലല്ലോ, ധൈര്യോ നമ്മളങ്ങോട്ട് വെച്ച് കാച്ചിയാൽ മാത്രം മതി. അല്ലാതെ വേറെ ഒന്ന് എന്തെങ്കിലും വന്നെങ്കിലും നമുക്ക് അല്ലെങ്കിൽ വണ്ടിക്ക് അത്രേ ഉള്ളൂ. എന്തായാലും വേറെ ജീവൻ അപകരിക്കില്ലല്ലോ. അതാണ് എനിക്ക് അതില്. അതൊരു മഴയും കൂടി ആയിരുന്നു, നല്ല ത്രില്ലായിരുന്നു. അത് അറിയാതെ അങ്ങോട്ട് വന്നോ, എല്ലാവരും ഇങ്ങനെ മണിയമ്മൻ ചെയ്യുന്ന ഇങ്ങനെ അങ്ങോട്ട് ഓരോരുത്തരും വിളിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ഞാനും അറിയാതെ അങ്ങോട്ട്. അതാണ് സ്പിരിറ്റ്. അമ്മ ഇപ്പം A to Z, അതായത് സാധാരണ ഇത് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകൾ എന്നൊക്കെയാണ് നമ്മൾ കൂടുതലും കേട്ടിരിക്കുന്നത്. ഇതിനൊരു വ്യത്യസ്തത വന്നത് A to Z ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന. എന്താണ് അതിനൊരു പ്രത്യേകത? പ്രായം കുറഞ്ഞ കുട്ടികളാണെങ്കിൽ 1 വർഷം കൊണ്ട് 12 തരം വാഹനങ്ങളെ പഠിച്ച് അതിന്റെ ലൈസൻസ്, 12 തരം ലൈസൻസ് കിട്ടൂല, 12 തരം വാഹനങ്ങൾ പഠിപ്പിച്ച് അതിന്റെ ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു പ്ലേസ്മെന്റ് കൊടുക്കും നമ്മൾ. അപ്പൊ പ്ലേസ്മെന്റ് കൊടുത്താൽ അവരൊരു എക്സ്പീരിയൻസ്ഡ് ആളായി. പക്ഷെ ആ ആള് പുറത്തു പോയാൽ എവിടെയായാലും നല്ലൊരു ജീവിതമാർഗം കിട്ടും. അപ്പൊ ഇവരിപ്പോ ഒരു 2-2.5 ലക്ഷം രൂപ ചെലവാക്കിയിട്ടായിരിക്കും ഈ കോഴ്സ് പഠിക്കുന്നത്. അവർക്ക് അതിനൊരു നഷ്ടമില്ലാത്ത രീതിയിൽ 10-25 വയസ്സാകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ഒരു കുടുംബം നോക്കാനുള്ള, വീട്ടുകാർ വല്ല കടമെടുത്ത അല്ലെങ്കിൽ ലോൺ എടുത്ത അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പഠിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് ആ രീതിയിലൊരു 10-25 വയസ്സിനുള്ളിൽ നല്ല ഒരു എന്ന് വെച്ചാൽ ഒരു എൻജിനീയറോ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറോ അങ്ങനെ ഏത് മേഖലയിൽ വേണേലും കയറാനായിട്ട് പറ്റും. അങ്ങനത്തെ 6 മാസത്തെ കോഴ്സ് ഉണ്ട്, 3 മാസത്തെ കോഴ്സ് ഉണ്ട്. പൈസ അനുസരിച്ച് ഓരോരോ കോഴ്സുകളുണ്ട്. അപ്പം അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ട്രെയിലറിലൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് നല്ല ചാൻസ് ഉള്ള ഹെവി വെഹിക്കിൾ ആണ്. ഹെവി വെഹിക്കിൾ ഗുഡ്സ് കൊണ്ടുവന്നതല്ലേ, വലിയ വണ്ടിയുടെ അതെ, ഈ കണ്ടെയ്നർ വെച്ചിട്ടുള്ള അതൊക്കെ ഉണ്ട്. പിന്നെ ഹസാഡസ് ഉണ്ട്. ഹസാഡസ് എന്ന് പറഞ്ഞാൽ പെട്രോളിയം. അതും നമ്മളത് തുടങ്ങിയത് കൊണ്ട് അപ്പോഴാണ് ഞാൻ ഹസാഡസും കൂടി ലൈസൻസ് എടുത്തത്. പെട്രോളിയം വണ്ടി ഓടിക്കാനുള്ള ഒരു നമ്മളതിന് പിന്നെ ഓറലാണ് പഠിപ്പിച്ചിട്ട് നമ്മളൊരു റിട്ടേൺ ടെസ്റ്റ് എഴുതിയിട്ടാണ് അത് പാസ്സാകുന്നത്. ഓടിച്ചു കാണിക്കണ്ട. അതിനുള്ളത് നമുക്ക് ഒന്നെങ്കിൽ 4 വീലർ വേണം അല്ലെങ്കിൽ ഹെവി വേണം. അങ്ങനെ ഹെവി വലിയ വണ്ടിയാണെങ്കിൽ ഹെവി ഉള്ളവർക്കൊക്കെ തരുള്ളൂ. 4 വീലർ ആണെങ്കിൽ ചെറിയ വണ്ടിയിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്തായാലും, അമോണിയോ ലിക്വിഡോ ഗ്യാസാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതുള്ളൂ. പിന്നെ 73-ാമത്തെ വയസ്സിലാണ് ഞാൻ 1 വർഷത്തെ ഓട്ടോമൊബൈൽ ഡിപ്ലോമ കോഴ്സ് പാസ്സായത്. ആണോ? കളമശ്ശേരി പോളിടെക്നിക്കിൽ പോയി പഠിച്ച്. അത് ശരി.